മോദിയുടെ ഒരുപാട് വികസനങ്ങൾ താഴെ തട്ടിലേക്ക് എത്തിക്കുക എന്നതും താഴെയുള്ള ആളുകളെ മേൽക്കൈ എടുത്തുകൊണ്ട് അവരെന്നും താഴെ കിടക്കേണ്ട ആളുകളല്ല, ഉന്നമനത്തിലേക്ക് എത്തേണ്ട ആളുകളാണ് എന്നുള്ള കാഴ്ചപ്പാടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ആ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി വരാൻ വേണ്ടിയാണ് നമ്മളുടെ വയനാട് ജില്ലയിൽ നിന്നും സംസ്ഥാന താമര അടയാളത്തിൽ വോട്ടുകൾ ചെയ്തുകൊണ്ട് വൻ ഭൂരിപക്ഷത്തേക്ക് ജയിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അധ്യക്ഷൻ മഠത്തിൽ വിജയേട്ടനെ ക്ഷണിച്ചുകൊള്ളു. ബഹുമാനപ്പെട്ട സ്വാഗതം ആവശ്യ ദേവദാസ്, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന കർഷക സംസ്ഥാന ഉപാധ്യക്ഷൻ ജോർജ് ഏട്ടൻ, ആശംസ അറിയിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് ഫ്ലോറി ജോർജ് ഇവിടെ എത്തിയിട്ടുണ്ട്. മുഖ്യ അതിഥി മേജർ രവിയേട്ടൻ ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളവിടെ എത്തിച്ചേരുന്നതാണ്. സാന്നിധ്യം ഷാജിമോൻ ചൂരൽമല, മണ്ഡലം ജനറൽ സെക്രട്ടറി ബാബുരാജ് പഞ്ചായത്ത്. ഈ ചൂരൽമലയിലെ എൻ്റെ നാട്ടുകാർ, ഞാൻ ഈ നാട്ടിൽ ജനിച്ച് വളർന്ന് നിങ്ങളുടെ മുന്നിൽ ഈ സ്റ്റേജിൽ നിൽക്കാൻ എനിക്ക് സാധിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ ഒരു സൂചനയാണ്. കാരണം സാധാ ജനങ്ങൾക്ക് എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. 200-ൽ പരം ഗ്യാസ്, മോദിയുടെ ഗ്യാസ് ഞാൻ ഇവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് എന്ന 5 ലക്ഷം റുപ്യ ഇവിടെ ഇൻഷുറൻസ് ഇത്രയും 600 ആൾക്ക് ഇവിടെ ചേർത്താനുള്ള ഒരു ക്യാമ്പയിൻ 2 പ്രാവശ്യമായിട്ട് നമ്മൾ ചൂരൽമല നടത്തിയിരുന്നു. അതുപോലെ മുദ്രാ ലോണുകൾ, പല വികസന കാര്യങ്ങൾ മോദിയുടെ ഗ്യാരണ്ടിയിൽ നമ്മളിവിടെ എത്തിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് ഈ വർഷം നിങ്ങളുടെ ഓരോ വോട്ടും സുരേന്ദ്രേട്ടന് ചെയ്യണമെന്നും അത് പറഞ്ഞുകൊണ്ട് ഇതിൽ സംസാരിക്കുന്നതിനായി അഡ്വക്കേറ്റ് ഫ്ലോറി ജോർജിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വിജയൻ മഠത്തിൽ, നമുക്കായി മുഖ്യ പ്രഭാഷണം നടത്തുന്ന ജോർജ് സാർ, അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്, സന്തോഷമുള്ള കാര്യത്തിൽ. സ്വാഗതം ആശംസിക്കുന്ന ദേവദാസ് രവി സാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഷാജിമോൻ ചുരൽമല ഈ മണ്ഡലം സെക്രട്ടറി കൂടിയാണ്, ബാബുരാജ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയാണ്. എല്ലാറ്റിലും ഉപരിയായി തന്നെ പ്രിയപ്പെട്ട ചൂരൽമല നിവാസികളെ, വലിയൊരു മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റായി നാം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ഏപ്രിൽ 26. നമ്മുടെ ചൂണ്ടുവിരലിൽ മഷി പുരളുന്ന ആ നിമിഷം നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് അങ്ങേയറ്റം ശ്രദ്ധയോടെ ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഞാനിത് പറഞ്ഞത്, നമ്മൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഇവിടെ നിന്നും വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ, അതിനു മുൻപ് MI ഷാനവാസിനെ, അങ്ങനെ പലരെയും നമ്മൾ തിരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് വിട്ടിട്ടുണ്ട്. അവർ അവിടെ പോയി നമ്മുടെ ശബ്ദമാകേണ്ടവരാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈ വയനാട് ജനതയുടെ ശബ്ദമാകേണ്ടവരാണ്. അവർ എത്രത്തോളം ശബ്ദിച്ചു എന്നുള്ളത് നമുക്കൊന്ന് ചുറ്റും കണ്ണോടിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ വയനാട്ടിൽ ജനിച്ചു വളർന്ന ഒരാൾ തന്നെയാണ്. ഇവിടെ തന്നെ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് മാത്രം മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ മറ്റ് ജില്ലകളിലേക്കും പോകേണ്ടി വന്ന ഒരാൾ തന്നെയാണ്. അപ്പോഴൊക്കെ അന്ന് മുതൽ, ചെറുപ്പം മുതൽ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ് പിന്നോക്ക ജില്ലയായ വയനാട്. ആദിവാസി സമൂഹം ഏറ്റവും അധികം തിങ്ങിപ്പാർക്കുന്ന വയനാട് ജില്ല. ശരിയാണ്, നമ്മൾ പിന്നോക്ക ജില്ല തന്നെയാണ്.
മറ്റു കേരളത്തിൻ്റെ ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ വലിയ വലിയ മാറ്റങ്ങളൊന്നും അന്നും ഇന്നും നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. നമുക്ക് ഇതിനു മുൻപുണ്ടായിരുന്ന ജനപ്രതിനിധികൾ ഇന്ന് വയനാട് ഏറ്റവും അധികം രൂക്ഷതയോടെ നേരിടുന്ന പ്രതിസന്ധികളെ ചോദ്യം ചെയ്തിട്ടില്ല. ഒന്ന്, ഏറ്റവും പ്രസക്തമായി നാം ഇന്ന് നേരിടുന്ന വന്യമൃഗശല്യം. വയനാടൻ ജനത ഒരിക്കലും ഫോറസ്റ്റിലേക്ക് പോയി അവിടെയുള്ള മൃഗങ്ങളെ ആക്രമിക്കുകയോ കീഴ്പ്പെടുത്തുകയോ നമ്മൾ ചെയ്തിട്ടില്ല. മറിച്ച് ആ മൃഗങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത്. എത്രയോ ജീവനുകൾ, എത്രയോ ഗുരുതരാവസ്ഥയിലായിട്ടുള്ള ആളുകൾ ഈ വന്യമൃഗശല്യം കൊണ്ട് ദുരിതമനുഭവിക്കുന്നുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. എത്രയോ കുട്ടികൾ ദിവസങ്ങളോളം സ്കൂളിൽ പോകാതെ, നമ്മൾക്കറിയാം മാനന്തവാടിയിലൊക്കെ അജീഷിന്റെ മരണം സംഭവിച്ചപ്പോൾ അന്ന് മലയോര മേഖലകളിൽ വയനാടിന്റെ പ്രാന്തപ്രദേശങ്ങളിലും മിക്കവാറും സ്കൂളുകൾ അടച്ചിടേണ്ടി വന്നു. ജീവിതക്രമം തന്നെ മാറ്റിമറിഞ്ഞു. രാവിലെ എഴുന്നേറ്റ് വെളുപ്പാങ്കാലമേ പശുവിനെ കറന്ന് അല്ലെങ്കിൽ റബ്ബർ തോട്ടത്തിൽ പോയി റബ്ബർ വെട്ടിയൊക്കെ ജീവിച്ചിരുന്ന കാർഷിക ജനത നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിന്റെ താളം തെറ്റി. അത്രമാത്രം ഭീതിതമായിട്ടുള്ള രംഗങ്ങൾ നമ്മുടെ കൺമുൻപിൽ നമ്മൾ കാണുകയായിരുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു പ്രശ്നമല്ല. എത്രയോ വർഷങ്ങളായി നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണിത്. നമ്മുടെ പ്രതിനിധിയായി പാർലമെന്റിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധി ഒരു ചെറുവിരൽ ഇതിനെതിരെ അനക്കുകയോ ചോദ്യം ചെയ്യുകയോ അതിനു വേണ്ട നടപടികൾ എൻ്റെ നാടിനു വേണ്ടി ചെയ്യണം എന്ന് പാർലമെന്റിൽ വാദമുന്നയിക്കുകയോ ചെയ്തു. നമ്മുടെ വയനാട് ജില്ലയ്ക്ക് ഒത്തിരി രോഗാവസ്ഥകൾ നമ്മൾ നേരിടുന്നവരാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു വൾണറബിൾ ഡിസ്ട്രിക്റ്റാണ് നമ്മൾ. പലതിനും നമ്മൾ പെട്ടെന്ന് നമ്മുടെ തന്നെ ജീവിതത്തെ അടിമപ്പെടുത്തേണ്ട അവസ്ഥകൾ നമ്മൾക്ക് ഉണ്ട്. ഒരു നല്ല ആതുരാലയം നമ്മുടെ ജില്ലയിലില്ല. ഇവിടെ ഒരിക്കൽ രാഹുൽ ഗാന്ധി വന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു നേരിട്ട് പറഞ്ഞ് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വരുന്നത് വരെ അത്യാസന്ന നിലയിലുള്ള രോഗികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുവാനായിട്ട് ഒരു എയർ ലിഫ്റ്റിംഗ് സംവിധാനം, ഹെലികോപ്റ്റർ വന്ന് ആ രോഗികളെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകട്ടെ. കാരണം എനിക്കൊക്കെ പൊതുപ്രവർത്തനത്തിൽ നിന്ന സമയത്തും ഇപ്പോഴും എനിക്കറിയാം ഒത്തിരി ജീവനുകൾ നമ്മുടെ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിനിടയ്ക്ക് പൊലിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്കും അറിയാമല്ലോ അല്ലേ? അതില്ല. അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം നമ്മുടെ ജില്ലയ്ക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇതൊക്കെയാണ് പാർലമെന്റിൽ പോകുന്ന ആളുകൾ ഒരു ജനതയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്. അവിടെയോ ഇവിടെയോ ഒന്നോ രണ്ടോ വ്യക്തിപരമായിട്ടുള്ള ആളുകൾക്ക് കുറച്ച് ധനസഹായം നൽകിയത് കൊണ്ടോ എന്തെങ്കിലും കിറ്റുകളൊക്കെ നൽകിയത് കൊണ്ടോ ഒന്നും നമ്മുടെ ഒന്നും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കപ്പെടുന്നില്ല. നമുക്കില്ല. നമുക്ക് എടുത്തു പറയാൻ തരത്തിലുള്ള ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഞാനൊക്കെ പുറത്തു പോയിട്ടും ഒക്കെ അങ്ങ് ദൂരെയൊക്കെ പോയി പഠിക്കേണ്ടി വന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ തന്നെ ജില്ലയിൽ ഒരു